ഇസ്രായേലും അമേരിക്കയും നേർക്കുനേരെ പോരാടാൻ വേണ്ടി അങ്ങേയറ്റമെത്തി നിൽക്കുമ്പോഴാണ് ഒരു സമാധാനത്തിൻ്റെ ചർച്ച എന്ന് പറഞ്ഞിട്ട് ഈ ട്രംപ് വലിയൊരു പ്രഖ്യാപനം നടത്തിയത്. പക്ഷേ അതത്ര കണ്ട് ഇറാൻ ഗൗനിച്ചിട്ടില്ല. ഒരു വാക്കുകൂടി പറഞ്ഞു വെച്ചു, നിങ്ങളുടെ വൺ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ നിരായുധീകരണമാണ് ചർച്ചയുടെ ഭാഗമെങ്കിൽ ഞങ്ങളെ ക്ഷണിക്കേണ്ടതില്ല, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിച്ചു തന്നാൽ മതി. അതല്ല, ആ ആറ്റം അല്ലെങ്കിൽ ആണവായുധത്തിൻ്റെ ഭാഗമായി മാത്രമേ ചർച്ച നിൽക്കുള്ളൂ എങ്കിൽ ഞങ്ങളുമായി സഹകരിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതല്ലാതെ ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന് പറയുന്ന വലിയൊരു പ്രഖ്യാപനം ആയത്തുള്ള ഖാംനയുടെ ഭാഗത്തുനിന്ന് മസൂദ് പെഷസ്കിയാൻ പറയുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ട്രംപ് അടിമുടി ബേജാറായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്ലാനിങ്ങും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഈ ലോകത്ത് ഒരു ചർച്ചാ വിഷയമായി മാറിയിട്ടില്ല. എപ്സ്റ്റൈൻ ഫയലുകളിൽ വളരെ കൂടുതൽ വീഡിയോകളും അതുപോലെ തന്നെ ഒട്ടനേകം ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തുള്ള റെക്കോർഡുകളൊക്കെ ഈ ട്രംപിൻ്റെതായിട്ട് പുറത്തു വരികയും ചെയ്തതോടുകൂടി ഈ സമയത്ത് പുറത്തുനിന്നുള്ള ശക്തികളുടെ സപ്പോർട്ട് കിട്ടൂലെന്ന് ഏറെക്കുറെ ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു തട്ടിക്കൂട്ടി ചർച്ച എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തുർക്കിയുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടൊരു ചർച്ച ആരംഭിച്ചത്. പക്ഷെ അവിടെയും ഇറാൻ തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അജണ്ട എന്ന് പറയുന്നത്, രാജ്യം എവിടെയെങ്കിലും അപകടത്തിലാവുകയാണെങ്കിൽ ഈ പ്രദേശമാകെ പ്രാദേശിക യുദ്ധമെന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയത് തന്നെ. പ്രാദേശിക യുദ്ധം എന്ന് പറയുമ്പം ഇസ്രായേലിൻ്റെ കൂടെ ഈ സൗദിയും ഖത്തറും UAEയും ഒമാനും എല്ലാം കൂടി ഒരുമിച്ച് യുദ്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർക്കെല്ലാം പ്രഹരശേഷിയുള്ള മിസൈലുകൾ സമ്മാനമായിട്ട് ഞങ്ങൾ നൽകുകയും ചെയ്യുമെന്ന് IRGC പറയുകയും ചെയ്തു. അതിലാണ് ട്രംപ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ശരിക്കും ട്രംപ് തോറ്റിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ട്രംപ് നേരത്തെ കണ്ടതുപോലെ വെനീസ്വേലൻ മാതൃക ഇറാനിൽ സാധിക്കില്ല എന്നുള്ളത് ബോധ്യമാണ്. മാത്രമല്ല, ആരുടെയൊക്കെ സപ്പോർട്ട് കിട്ടുമെന്ന് നോക്കുമ്പം അവിടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളും, അവസാനമായി ജോർദാൻ പോലും അങ്ങേയറ്റത്തെ ആ താഴ്മയോടെ പറഞ്ഞു, ഞങ്ങളെ രാജ്യം നിങ്ങൾ അതിനു വേണ്ടി, ഞങ്ങളുടെ ടെറിട്ടറി അതിനു വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് അവസാനം അവരെയൊക്കെ പറയിപ്പിക്കാൻ ഇറാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറാനാണ് സൂപ്പർ പവറായിട്ട് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അജണ്ട കൂടിയുണ്ട്. ഇതിൽ പരാജയപ്പെടുക എന്നതല്ല, ഇതിൽ വിജയിക്കുക, ഏതറ്റം വരെ പോയാലും വിജയിക്കുക. ആ വിജയത്തിനോടൊപ്പം അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള അജണ്ട കൂടി ഇറാനുള്ളതായിട്ട് പറയപ്പെടുന്നു. അതുണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം പല മാധ്യമങ്ങളും പറയുന്നുണ്ട്, ആയത്തുള്ള ഖാംനയെ ഇറക്കി വിടാൻ ട്രംപ് ശ്രമിച്ചത് ഇവിടെയുള്ള ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥാപിക്കാനുള്ള ഇടപെടലുകളൊക്കെ ചീറ്റിപ്പോകുന്നുണ്ട്. ആ ഇടപെടൽ ചീറ്റിപ്പോയാൽ അമേരിക്ക അവിടെ നിന്ന് തനിയെ പിന്മാറേണ്ടി വരും. ഏതുപോലെ ഇറാഖിൽ നിന്ന് അവിടുത്തെ സൈന്യത്തെ പിൻവലിച്ചതുപോലെ അവസാനഘട്ടം ചെലവ് ചുരുക്കൽ എന്നെങ്ങാനും പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും എന്ന ഒരു വസ്തുത അമേരിക്കൻ ഭരണകൂടത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് വരികയും ഇറാനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയെ സമാധാന കരാറിലേക്ക് ഒപ്പുവെപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയൊക്കെ ചെയ്തത്. അവിടെയാണ് ട്രംപിൻ്റെ എല്ലാ സ്ട്രാറ്റജിയും പരാജയപ്പെട്ടു. ട്രംപ് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വലിയ ഭീമാകാരമായിട്ടുള്ള കപ്പലിനെ തിരിച്ചു കൊണ്ടുപോകാൻ തീരുമാനമാകുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം. എന്താണെങ്കിലും ട്രംപിൻ്റെ കളികളൊക്കെ അവസാനത്തെ കളിയെ മാറിയിരിക്കുന്നു. അമ്പയെ പരാജയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്തൊരു സെക്കൻഡറി ചാനലാണ്, ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ചാനലാണ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.